എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഈസ്റ്റ് ബ്ലൂ ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ 3 പൈററ്റ് കപ്പല് അവർ ഗ്രാൻഡ് ലൈനിലേക്ക് പോയി മൊത്തം ലോഗോ ടേക്ക് ഓവർ ചെയ്യാനാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ. അവരങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നേവി കപ്പല് അവിടേക്ക് കടന്നു വരിക. പിന്നൊന്നും നോക്കില്ല, നേവി കപ്പലിൽ നിന്ന് അറഞ്ചം പൊറഞ്ചം ബുള്ളറ്റ്സ് തെറിച്ചു വന്ന് ആ 3 കപ്പലുകളെയും തകർത്ത് കളയാണ്. ആ നേവി കപ്പലിന്റെ ക്യാപ്റ്റൻ അത് മറ്റാരുമല്ല, സാക്ഷാൽ കാർപ്പ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആന്റിയെ കാണിക്കും. ആന്റി ആണെങ്കിൽ ദിവസങ്ങളോളമായി നിർത്താതെ വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആന്റിക്ക് എയ്സ് മരിച്ചത് സഹിക്കാനാവുന്നില്ല. എയ്സിനെ വിട്ടു പിരിഞ്ഞത് തന്നെ ആന്റിക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല. ഇപ്പോ അവൻ എന്നേക്കുമായി പോയെന്നറിഞ്ഞപ്പോ ആന്റിയുടെ മനസ്സിന് അത് താങ്ങാനായിട്ടാവുന്നില്ല. ആണെങ്കിൽ ആന്റിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ലിക്കർ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈമില് കാർപ്പിന്റെ കപ്പല് ആ ഒരു ഐലാൻഡിലേക്ക് എത്തുകയാണ്. കാർപ്പിനാണെങ്കിൽ പഴയ ഓർമ്മകളെല്ലാം ഒരു സെക്കൻഡ് മനസ്സിലൂടെ മിന്നിമായും. ഇവിടെ ജനങ്ങളാണെങ്കിൽ കാർപ്പിനെ കണ്ട് കാർപ്പിനോട് ചോദിക്കും, എയ്സിന് എന്താണ് സംഭവിച്ചത്? വൈറ്റ് ബിയർഡ് ആൾ ശരിക്കും മരിച്ചോ? ലൂഫി അവൻ ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കും. അദ്ദേഹം ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും മറുപടി പറയാതെ സ്പീഡിൽ മുൻപോട്ട് നടക്കുകയാണ്. അപ്പ വില്ലേജിലെ ഒരു കൂട്ടം ജനങ്ങൾ അവരോടി വന്ന് കാർപ്പിന്റെ കാലിൽ വീഴും. ഞങ്ങളിപ്പോ വലിയ ടെൻഷനിലാണ്. വൈറ്റ് ബിയർഡ് മരിച്ചതിന് ശേഷം ഒരുപാട് പൈററ്റ്സ് ഇവിടേക്ക് വന്ന് ഡയറക്റ്റ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് കാർപ്പാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, ആ കപ്പലുകളെല്ലാം ഞാൻ തകർത്ത് കളഞ്ഞു. ഈ ഒരു ഗ്രാമം അത് നേവി വൈസ് അഡ്മിറൽ കാർപ്പിന്റെ സെക്യൂരിറ്റിയിലുള്ളതാണെന്ന് പറഞ്ഞ് ഇപ്പൊ വലിയൊരു ബോർഡ് അവിടെ സ്ഥാപിക്കുകയാണ്. അതിനുശേഷം വീണ്ടും മുൻപോട്ടേക്ക് നടന്ന് ആന്റിയെ ലക്ഷ്യമാക്കി പോകും. കാർപ്പിനെ ലോങ് ഷോട്ടിൽ കണ്ട നമ്മുടെ ആന്റി അവളാണെങ്കിൽ ഫുൾ കലിപ്പില് പുറത്തേക്ക് ചാടി വരികയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ഈ തിരുമോന്ത എന്റെ മുൻപിൽ കാണിക്കും. ഇനി മേലാൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയ ഉണ്ടങ്കല്ലെടുത്ത് കാർപ്പിന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ ഏറ് കല്ല് വന്നുകൊണ്ട് കാർപ്പ് അട്ടിച്ച് നിലത്ത് വീഴും. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ ആ കാഴ്ച കൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവാണ്. കാർപ്പ് ഉടനെ ഇപ്പൊ അവന്റെ സോൾജിയേഴ്സിനോട് അവളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അവളാണെങ്കിൽ ചാടി വന്ന് കാർപ്പിന്റെ നെഞ്ചത്തിരിക്കുകയാണ്. നീ ആ ബാറ്റിൽ ഫീൽഡിൽ ഉണ്ടായിരുന്നല്ലേ? എന്റെ മകനെ നീ എന്തിന് മരണത്തിന് വിട്ടുകൊടുത്തു? പറയ്, അവൻ നിന്റെ ഗ്രാൻഡ് ചൈൽഡ് അല്ലേ ചോദിച്ച് ഇപ്പൊ അവന് ഷർട്ട് പിടിച്ച് അവള് വലിക്കും. നീ എന്തെങ്കിലും അവനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്നും അവനെ കുറിച്ച് ഓർക്കും. നിനക്ക് ബന്ധങ്ങൾ കഴിഞ്ഞും മകനെ കഴിഞ്ഞും വലുത് നിന്റെ ജോലിയാണല്ലേ? ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവനെ പോലെ തന്നെ നീ മരിക്കണമെന്ന് പറഞ്ഞ് അവളിപ്പോ കാർപ്പിനെ അറഞ്ചം പൊറഞ്ചം തല്ലി തല്ലി അവളുടെ കലി തീർക്കാണ്. ചോര തുളുമ്പി കാർപ്പാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവളുടെ ഇടി മുഴുവൻ വാങ്ങിക്കും. ഉടനെ മാക്കീനോ ആണെങ്കിൽ ആദ്യം പിടിച്ചു മാറ്റും. ആദ്യം നിങ്ങൾ എന്തായി ചെയ്യണേ? നിങ്ങൾക്ക് ഇത്രയും ഫീലിങ്സ് ഉണ്ടെങ്കിൽ കാർപ്പ് അദ്ദേഹത്തിന് എത്രത്തോളം ഫീലിങ്സ് ഉണ്ടാവും? കാരണം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നാണ് അവൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് കാർപ്പ് അദ്ദേഹം സഹിച്ച വേദന അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്തൂടെ? ഉടനെ കാർപ്പാണെങ്കിൽ അവസാനമായിട്ട് എയ്സിനെ കൊല്ലുന്ന ആ ഒരു രംഗം അത് ആലോചിക്കും. ആന്റി ആണെങ്കിൽ വീണ്ടും പറയും, കാർപ്പിന് അത്രയും ദുഃഖം ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു നിന്ന ലൂഫി അവൻ എത്രത്തോളം ദുഃഖം ഉണ്ടാവും ചോദിക്കും. ഉടനെ നമ്മുടെ പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ എയ്സ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അതവൾ കൊടുക്കുകയാണ്. മറ്റുള്ളവരോട് എങ്ങനെ നന്നായിട്ട് പെരുമാറണം അവൾ എയ്സിനോട് പറയും. ആരെങ്കിലും നമുക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ ഒട്ടും മടി കാണിക്കാതെ അവരോട് താങ്ക്സ് പറയണം. എയ്സ് ആണെങ്കിൽ സംഗതിയൊക്കെ കേട്ടു പഠിച്ച് അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ അവൻ വിളിച്ചു പോവും. ഉടനെ ലൂഫിയും നമ്മുടെ പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് അവനെ തിരുത്തും. ണെങ്കിൽ അവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും. കട്ട് ചെയ്ത ഇതെല്ലാം ഓർത്ത് അവളിപ്പോ വിഷമിക്കുകയാണ്. അങ്ങനെ മേയർ വന്ന് ചോദിക്കും, ആ ഒരു അറ്റാക്കില് ലൂഫിക്ക് അവന് വലിയ പരുക്ക് പറ്റിയില്ലേ? അതിനുശേഷം അവൻ എവിടേക്ക് പോയി? അവനിപ്പോ എവിടെയുള്ളേ? അതിന് കാർപ്പ് പറയും, എനിക്കറിയില്ല. അവൻ അവസാനമായിട്ട് ഒരു ഷിപ്പില് അവിടുന്ന് കടന്നു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അവൻ സേഫ് ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഉടനെ ആന്റി അവരിപ്പോ അങ്ങനെ ടേൺ ചെയ്യും. ഈ കാര്യത്തില് ഞാൻ ലൂഫിയുടെ കൂടെയാണ്. ലൂഫി ഉറപ്പായാലും നീ ജയിക്കും. കട്ട് ചെയ്ത ഇപ്പൊ ന്യൂ വേൾഡ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് പൈററ്റ്സ് അങ്ങനെ അണിനിരന്ന് നിൽക്കുന്നു. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ എയ്സിനും വൈറ്റ് ബിയർഡിനും ഫ്യൂണറൽ ചടങ്ങ് നടത്തുകയാണ്. ഇവിടെ ഷാങ്സിനാണെങ്കിൽ വൈറ്റ് ബിയർഡിനോട് ഒരുപാട് റെസ്പെക്ട് ആണ്. അതുകൊണ്ടാണ് അവസാന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി അവിടേക്ക് വന്നത്. ഷാങ്സിന്റെ ഇപ്പോഴത്തെ വിഷമം അത് ലൂഫിയെ കുറിച്ച് ഓർത്തായിരിക്കും. അവൻ എങ്ങനെ ഇത് സഹിക്കും? എയ്സ് ആക്ച്വലി അവന്റെ പപ്പ കോൾഡി റോജറിനെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അതേ സ്ട്രെങ്തും കോൺഫിഡൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവന് വിനയായി മാറി.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ വീണ്ടും കൈയും തലയൊക്കെ എടുത്ത് നിലത്തിട്ട് ആഞ്ഞടിക്കുകയാണ്. എല്ലാം എന്റെ തെറ്റാണ്. എനിക്കൊരല്പം കൂടെ സ്ട്രെങ്തും എനർജിയും പവറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ എയ്സ് അവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഉടനെ ജിംബോയ് പറയും, എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. നീ നിന്റെ ബോഡിയെ ഇങ്ങനെ പരുക്കേൽപ്പിക്കരുത്. ഓൾറെഡി നിന്റെ എന്റെയും ബോഡിയൊക്കെ ഇപ്പൊ ഭയങ്കര വീക്കാണ്. അവരൊരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പൊ നിന്നെ ഈ ഗതിയിലെങ്കിലും ആക്കിയത്. അതിന് ലൂഫി ടെൻഷനായിട്ട് ഒന്നും മിണ്ടാതിരിക്കെ, ദയവ് ചെയ്ത് എനിക്കൊരല്പം സ്വസ്ഥത, എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കും. ജിംബോയ് പറയും, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, ആക്ച്വലി നീ വീക്ക് ആയതുകൊണ്ടല്ല നിനക്ക് എയ്സിനെ രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നത്. സോ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നീ എന്റെ കൂടെ വായോ. അതിന് ലൂഫി ടെൻഷനായി അവന്റെ കൈ നീട്ടി ജിംബയെ ആഞ്ഞടിക്കാൻ അങ്ങനെ കൊണ്ടുവരാണ്. ജിംബൈ ആണെങ്കിൽ കൈ അങ്ങനെ പിടിച്ച് ലൂഫിയെ കറക്കി നിലത്തടിക്കും. ചോര തുളുമ്പി ലൂഫി നിലത്ത് വീണ് കിടക്കാണ്. ജിംബൈക്കാണെങ്കിൽ ഒരു സെക്കൻഡ് അവസാനമായിട്ട് എയ്സ് പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടും അവന്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. അലപ്പസ്റ്റ കിൻഡത്തിൽ വെച്ചാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എയ്സ് ലൂഫിയെ കണ്ടുമുട്ടിയത്. ആക്ച്വലി എയ്സ് അവിടെ വെച്ച് ലൂഫിയെ കണ്ടപ്പോഴാണ് അവന് ഭയങ്കരമായിട്ട് ആശ്വാസമായത്. അതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ട്. അത് എയ്സ് തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരേ ഒരാള് സാക്ഷാൽ ജിംബയാണ്. അവൻ ആ കാര്യം ഓർത്ത് നിൽക്കുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ ചാടി എഴുന്നേറ്റ് ഇപ്പൊ നമ്മുടെ ജിംബയുടെ കൈ കാട്ടിച്ചു പറിക്കും. ഉടനെ ജിംബൈ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഒരു പാറയിലേക്ക് അമർത്താണ്. ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ? സത്യത്തിൽ നിന്നെപ്പോലെ തന്നെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് നീ പുറത്ത് വന്നേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ലൂഫിയുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി നിനക്കൊരു കാര്യമോ, നിന്റെ പവർ കണ്ട് ഞാൻ പോലും നിന്നിൽ ഇംപ്രസ്ഡ് ആയി പോയി. എയ്സിനെ രക്ഷിക്കാൻ കഴിയാത്തത് നിന്റെ തെറ്റല്ല, അത് എയ്സിന്റെ വിധിയാണ്. ഇപ്പൊ എയ്സിന്റെ ജീവിതം നിനക്ക് മുൻപിൽ ഒരു മാതൃകയാണ്. എയ്സ് ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ശത്രുക്കള് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചുറ്റുമുണ്ട്. അവരെല്ലാം ഇനി നീ വേണം തകർക്കാൻ. അത് കേട്ട് ഒക്കായി സ്മോക്കർ, ഒരു വലിയ കൂമ പട, അക്കൈനോ, അങ്ങനെ ഒരുപാട് പേര് അവനെ തകർക്കാനായിട്ട് വന്നു. തെൻഗോക്കു, അവക്കിജി എന്നിങ്ങനെ എല്ലാവരും ലൂഫിയെ വിടാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ആക്ച്വലി ആ അക്കൈനോ അവൻ എയ്സിനെ ആയിരുന്നില്ല, മറിച്ച് ലൂഫിയെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. അത് തടയാനാണ് എയ്സ് ആ മരണം ഇരു കൈ നീട്ടി സ്വീകരിച്ച് ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്തത്. നീ ആക്ച്വലി ആ ഒരു സമയത്ത് പകച്ചു നിൽക്കാതെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയെങ്കിലും നിന്റെ തെറ്റ് അത് നീ മനസ്സിലാക്കണം. നിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് നീ പുറത്തു വരണം. നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ്. പക്ഷേ നിനക്ക് ചുറ്റുമുള്ളവരെ കുറിച്ചെങ്കിലും നീ ഇനി ആലോചിക്കണം. അവരെ പ്രൊട്ടക്ട് ചെയ്യാനെങ്കിലും നീ ജീവിച്ചിരിക്കണം. അപ്പോഴായിരിക്കും ലൂഫിക്ക് ഇപ്പൊ ഒരു ബുദ്ധി വെളിച്ചുണ്ടാവുക. അവൻ ഒരു സെക്കൻഡ് സോറോ, നാമി, ഒസോപ്പ്, സാഞ്ചി, ചോപ്പർ, റോബിൻ, ഫ്രാങ്കി, ബ്രൂക്ക്, ഇങ്ങനെ ഇത്രയും പേര് അവന്റെ ടീമിലുണ്ട്. അവരിപ്പോഴായിരിക്കും നമ്മുടെ ചെക്കൻ ഓർക്കുക. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണണം, അവരെയും കൂടെ എനിക്ക് നഷ്ടപ്പെടാനാവില്ല. ഇനിയൊരു തെറ്റ് അതെന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അവരെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ കരയും. ഉറപ്പായാലും അവരെന്നെയും കാത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. എന്റെ കപ്പലിനെയും എന്റെ ക്രൂമേറ്റ്സിനെയും എനിക്ക് തിരികെ പിടിക്കണം. ഉടനെ ജിംബൈ അവൻ എയ്സ് പറഞ്ഞ കാര്യം വീണ്ടും ആലോചിക്കും. ആക്ച്വലി ലൂഫിയെ ഓർത്ത് എയ്സിന് എന്നും ടെൻഷനായിരുന്നു. പക്ഷെ അലപ്പസ്റ്റയിൽ വെച്ച് അവന്റെ ടീമിനെ കണ്ടപ്പോഴാണ് എയ്സിന് സമാധാനമായത്. കാരണം ലൂഫി ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും നല്ല സ്ട്രെങ്ത് ഉള്ളവരും ബുദ്ധിയുള്ളവരുമാണ്. ലൂഫി വീക്കാണെങ്കിലും അവന്റെ കൂടെയുള്ളവർ ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് എന്റെ ഏറ്റവും വലിയ സമാധാനം. ജിംബൈ അതൊക്കെ ഓർത്ത് ഇപ്പൊ സമാധാനത്തില് ലൂഫിയെ നോക്കും. ലൂഫി ആണെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകണം, അവരെ തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.